വിശുദ്ധരോടൊപ്പം മാർച്ച് 15 വിശുദ്ധ ലൂയിസെ മാരിലാക്ക്. ശതവത്സര സമയത്തിൽ പ്രസിദ്ധനായി തീർന്ന ലൂയി മാരിലാക്കിൻ്റെ പുത്രിയാണ് ലൂയിസെ മാരിലാക്ക്. വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിൻ്റെ ഉപവിയുടെ സഹോദരിമാരുടെ സഭയുടെ സ്ഥാപകയായ ലൂയിസെ 1591 ഓഗസ്റ്റ് 12 ജനിച്ചു. 3 വയസ്സുള്ളപ്പോൾ അമ്മ മരിക്കുകയും പിതാവ് പുനർവിവാഹം നടത്തുകയും ചെയ്തു. ലൂയിസെ ഡൊമിനിക്കൻ മഠത്തിൽ ഗ്രീക്കും ലാറ്റിനും പഠിച്ച് അവിടെ താമസിച്ചു. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് പിതാവിൻ്റെ പക്കലേക്ക് മടങ്ങി. 1607 പിതാവ് മരിച്ചു. അനന്തരം പീഡാനുഭവ പുത്രികളുടെ സഭയിൽ അർത്ഥിനിയായി കുറേ നാൾ കഴിച്ചെങ്കിലും ലൂയിസെ സന്യാസം ഉപേക്ഷിച്ച് ആന്റണിലെ ഗ്രാസ് എന്ന ഉദ്യോഗസ്ഥനെ വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. മൈക്കൽ ആൻവ എന്ന ഒരു കുട്ടി ജനിച്ചു. അവനെ ലൂയിസെ ഭക്തനായി വളർത്തിക്കൊണ്ടുവന്നു. അന്നും ഉപവിപ്രവർത്തികൾ ചെയ്യുന്നതിൽ അവൾ അക്ഷീണയായിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് ആയിരുന്നു അവളുടെ ഉപദേഷ്ടാവ്. 1625 ഡിസംബർ 21 ഭർത്താവ് മരിച്ചു. ലൂയിസെ പുനർവിവാഹം കഴിക്കാതെ ദരിദ്ര സേവനത്തിൽ വ്യാപൃതിയായി ജീവിച്ചു. ഹുഗനോട്ട് പാഷാണ്ഡത ഫ്രാൻസിനെ നാശത്തിലേക്ക് തള്ളിക്കൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു അത്. ഫാദർ വിൻസെൻ്റ് ലൂയിസയെ പല പ്രവർത്തനങ്ങളിലും ഭാഗമാക്കിയിരുന്നു. ഉപവയുടെ സാഹോദര്യം എന്ന ഒരു സംഘടന ഫാദർ വിൻസെൻ്റ് ആരംഭിച്ചു. ആഴ്ചതോറും ഫാദർ വിൻസെൻ്റിൻ്റെ ഉപദേശങ്ങളും ലൂയിസായുടെ നഴ്സിംഗ് ക്ലാസുകളും നടത്തിക്കൊണ്ടിരുന്നു. 1635 മാർച്ച് 25 ഉപവി സഹോദരിമാരുടെ സഭ സ്ഥാപിതമായി. തൻ്റെ മക്കൾക്ക് മൃതങ്ങളെയും ദൈവവിളിയെയും പറ്റി ലൂയിസെ നൽകിയ ഉപദേശങ്ങൾ അനർഹങ്ങളായിരുന്നു. വെള്ളിയാഴ്ചകളിലും നോമ്പിലെ എല്ലാ ദിവസവും 1 മണിക്കൂർ വീതം നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തെപ്പറ്റി ധ്യാനിച്ചിരുന്നു. ലൂയിസയുടെ പ്രചോദനത്തിൽ സഹോദരിമാർ ആശുപത്രികളിലും സ്കൂളുകളും അനാഥ മന്ദിരങ്ങളും വൃദ്ധസദനങ്ങളും ആരംഭിച്ചു. എളിമയിലും ദരിദ്രസേവനത്തിലും അടിയുറച്ചു നിൽക്കുമ്പോൾ വേണ്ട ഉപദേശങ്ങളും ഈ സഹോദരിമാർക്ക് 25 വർഷത്തേക്ക് വിൻസെൻ്റ് ഡി പോൾ നൽകിപ്പോന്നു. ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ പരസ്നേഹത്തിന് ലൂയിസെ എത്രയും ഉത്തേജകമായ മാതൃകയായിരുന്നു. 69 വയസ്സിൽ ആ സ്നേഹദീപം അണഞ്ഞു. 1934 വിശുദ്ധയെന്ന് പ്രഖ്യാപിതയായി. എൻ്റെ ഈ എളിയവരിൽ ഒരുവന് നന്മ ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് നന്മ ചെയ്യുന്നത് എന്ന ക്രിസ്തുനാഥൻ്റെ നിസ്തുല വാക്യമായിരുന്നു ലൂയിസയ്ക്ക് പ്രചോദനം നൽകിയത്.